ഫോക്കസ് സ്റ്റാർ പീസിലേക്ക് സ്വാഗതം. മിഷൻ ഫസ്റ്റ് റാങ്ക് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്, 10 മലയാളം ക്വസ്റ്റ്യൻസ്, 10 കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സോമൻ, വിധു, ഇന്ദു ഇവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ്? ചന്ദ്രനാണ്. സോമൻ, വിധു, ഇന്ദു എന്നിവ ചന്ദ്രൻ്റെ പര്യായ പദങ്ങളാണ്. തെറ്റായ പദം ഏത്? വൃശ്ചികം. വൃശ്ചികം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. അത് ഈ ഷായും ചായും ചേർന്നിട്ടാണ് എഴുതുന്നത്. വൃശ്ചികം എന്നാണ് എഴുതുന്നത്. ഐച്ഛികം, അനാച്ഛാദനം, യാദൃച്ഛികം. ഒച്ചൻ്റെ ച വെച്ചിട്ട് എഴുതുന്ന പദങ്ങളാണ് ഐച്ഛികം, അനാച്ഛാദനം, യാദൃച്ഛികം. നാഗം എന്നതിൻ്റെ വിപരീതം നരകം. നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗവും, നരകം അതിൻ്റെ ഓപ്പോസിറ്റാണ്. ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം കൃതകൃത്യ. കൃതകൃത്യ. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം. അതാണ് കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ്. ബാക്കിയുള്ളതൊക്കെ റിപ്പീറ്റഡ് ആണ് വരുന്നത്. നിദ്വാനം എന്ന പദത്തിൻ്റെ അർത്ഥം ശബ്ദം. നിദ്വാനം ശബ്ദം. എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏത്? പെങ്ങളാണ് ബഹുവചന രൂപം അല്ലാത്തത്. ബഹുവചനങ്ങൾ ഏതൊക്കെയാണ്? മക്കൾ, ആണുങ്ങൾ, അമ്മമാർ. ജഗന്മനസ് പിരിച്ചെഴുതിയാൽ ജഗത് അധികം മനസ്സ്. ജഗത് അധികം മനസ്സ്. ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ആശിച്ച് കാലം കഴിക്കുന്നവർ. ഓക്കെ, അപ്പോൾ 10 മലയാളം ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഐഡൻറ്റിഫൈ ദ വേർഡ് വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ്. കോൺസെൻസസ്. CONSCENSUS ആണ് കോൺസെൻസസ്. വിച്ച് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് കാക്ടസ്. കാക്ടസിൻ്റെ പ്ലൂറൽ ഫോം കാക്റ്റിയാണ്. കാക്റ്റി. കാക്ടസ്, കാക്കി. റേഡിയസ്, റേഡി എന്ന് പറയുന്നത് പോലെയാണ് ഈ കാക്ടസ്, കാക്റ്റി. ഓക്കെ. Fill in the blank with the appropriate article. I need dash new laptop for my work. ഇവിടെ ആർട്ടിക്കിൾ വരുമ്പം ആ വേർഡ് ഒന്ന് ജസ്റ്റ് ഉച്ചരിച്ച് നോക്കുക. കൺസോണൻറ്റ് സൗണ്ടാണ് ഉച്ചരിക്കുമ്പോൾ വരുന്നതെന്നുണ്ടെങ്കിൽ എയും, വവൽ സൗണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആനും ആണ് വരുന്നത്. ന്യൂ എന്നല്ലേ. അപ്പോൾ അത് കൺസോണൻറ്റ് സൗണ്ടാണ്, അതുകൊണ്ട് തന്നെ എ ആണ് കൊടുക്കേണ്ടത്. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. നെയ്തർ ദ ടീം നോർ ദ കോച്ച് ഡാഷ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട്. നെയ്തർ നോർ വരുമ്പം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് വെർബ് ഉപയോഗിക്കേണ്ടത്. കോച്ച് എന്നുള്ളതാണ് സിംഗുലറാണ്. സിംഗുലറായിട്ട് വരുന്നത് ഈസ് ആണ്. ഓക്കെ. ഹാസ് വരുന്നുണ്ട്, പക്ഷേ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ഈസ് ആണ് വരുന്നത്. ഓക്കെ. കൺവേർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാം. മൈ മദർ പ്രിപ്പയർഡ് എ ഡെലിഷ്യസ് മീൽ. ഓക്കെ. ഇവിടെ പ്രിപ്പയർഡ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ വാസോ വേറോ സബ്ജക്റ്റിനനുസരിച്ചിട്ട് വരും. ഓക്കെ. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് വാസോ വേറെ വന്നിട്ടുള്ളത് 2 സെൻറ്റൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്, ബിയും സിയും. ഓക്കെ. മൈ മദർ എന്ന് പറഞ്ഞിട്ട് അത് പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ ഒബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് മാറണം. അവിടെ ഓപ്ഷൻ സിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഓപ്ഷൻ സി തെറ്റാണ്. ഓപ്ഷൻ ബി നോക്കുക. എ ഡിലീഷ്യസ് മീൽ വാസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഷീ പെർഫോംഡ് ഡാഷ് ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. വെൽ ആണ്. ഷീ പെർഫോംഡ് വെൽ ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഫോർ ദ വേർഡ് ബെനവലൻറ്റ്. മെയിൽവലൻ്റ് ആണ് ബെനവലൻറ്റിൻ്റെ ആൻറ്റോണിം. വാട്ട് ഡസ് ATM commonly refer to in banking? ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. ATMൻ്റെ ഫുൾ ഫോം ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഫോർ വൊറാഷ്യസ്. വൊറാഷ്യസിൻ്റെ സിനോണിം ഇൻസാറ്റിയബിൾ ആണ്. ഇൻസാറ്റിയബിൾ ആണ് അതിൻ്റെ സിനോണിം അല്ലെങ്കിൽ സെയിം മീനിങ് വരുന്നത്. വിച്ച് സെൻറ്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? ഷീ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ സിംഗുലറാണ് വരുന്നത്. ഈസോ ഡസോ വരാം. ഓക്കെ. അപ്പോൾ ഈസ് നോട്ട് ലൈക്ക് എന്ന് പറയാൻ പറ്റില്ല. നോട്ട് ചേർക്കുകയാണെങ്കിൽ ഡസ് വരണം. ഓക്കെ. ഡസ്സോ അല്ലെങ്കിൽ ഡൂവോ വരണം. ഇവിടെ ഷീ സിംഗുലർ ആയതുകൊണ്ട് ഡസ് വരണം. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഷീ ഡസൻറ്റ് ലൈക്ക് പിസ്സ. ഓക്കെ, അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ് ഇന്ന് എടുക്കുന്നത്. വിച്ച് വൺ ഈസ് ദ എക്സാമ്പിൾ ഓഫ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ? നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിന് എക്സാമ്പിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇങ്ക്ജെറ്റ് പ്രിൻ്റർ ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഇമ്പാക്റ്റ് പ്രിൻ്ററും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററും എന്താണെന്നുള്ളത് ജസ്റ്റ് പറയാം. നമുക്ക് ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് റൈറ്റർ മോഡൽ വരുന്ന പ്രിൻ്ററാണ്. അതായത് അവിടെ എന്തെങ്കിലും ഒരു ടൈപ്പ് ഹെഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതോ പോയിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ട്, അതായത് റിബണിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് അവിടെ ഇംപ്രഷൻ വരികയാണെങ്കിൽ അത് ഇമ്പാക്റ്റ് പ്രിൻ്ററും. എന്നാൽ അങ്ങനെ ഒരു സ്ട്രൈക്കിംഗ് വരാത്ത അല്ലെങ്കിൽ കാർബൺ ഉപയോഗിക്കാത്ത പ്രിൻ്ററാണ്, കാർബൺ പേപ്പർ ഉപയോഗിക്കാത്ത പ്രിൻ്ററാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. അപ്പോൾ ഇതിൽ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററാണ്. പിന്നെ ഡോട്ട് മാട്രിക്സും ഡെയ്സി വീലും ഇമ്പാക്റ്റ് പ്രിൻ്ററിന് എക്സാമ്പിളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്? ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? ആൻസർ നിങ്ങൾക്ക് അറിയാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വീഡിയോ. വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ ആണ്, മോണിറ്ററാണ് വീഡിയോ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇൻപുട്ട് ഡിവൈസ് അല്ല, ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? വെബ് ക്യാമറ, സ്കാനർ, OMR. അപ്പോൾ ഇതിൽ വെബ് ക്യാമറ എന്ന് പറയുമ്പോൾ അത് എന്താ ഇൻപുട്ട് ചെയ്യുന്നത്? നമ്മുടെ ഇമേജസ് അല്ലെങ്കിൽ വീഡിയോ ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. സ്കാനർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഐറ്റം സ്കാൻ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. OMR എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ OMR എക്സാം എഴുതുന്ന ആ ഒരു ഷീറ്റ്, അതാണ്. അതായത് കുറച്ച് ഓപ്ഷൻസ് തരും, അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള എക്സാം ആൻസേഴ്സിന് വേണ്ടിയിട്ടാണ് OMR വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് സിമ്പിൾ യൂസ്ഡ് ടു കീപ് ദ സെൽ റെഫറൻസ് കോൺസ്റ്റൻറ്റ് ഇൻ MS Excel ആപ്ലിക്കേഷൻ. MS Excel ഒരു സെൽ റെഫറൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അതായത് ഡോളർ സിമ്പിളാണ് നമുക്ക് ഈ ഒരു സെൽ റെഫറൻസ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്താണ്? ഈ ഡോളർ സിമ്പിളാണ്. അതുപോലെ തന്നെ അബ്സല്യൂട്ട് സെൽ റെഫറൻസ് എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഡോളർ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ടു മൂവ് one slide to another during a PowerPoint presentation, a special effect called dash is used. അതായത് ഒരു സ്ലൈഡിൽ നിന്ന് മറ്റൊരു സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ പോയിന്റ് പ്രസൻറ്റേഷനിൽ സ്പെഷ്യൽ എഫക്റ്റ് കൊടുക്കും. ആ എഫക്റ്റിന് പറയുന്ന പേര്, ആൻസർ ഓപ്ഷൻ സി, സ്ലൈഡ് ട്രാൻസിഷൻ ആണ്. ഓക്കെ, ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ലൈഡിൽ ഒറ്റ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിന് കൊടുക്കുന്ന എഫക്റ്റാണ്. എന്നാൽ ആ സ്ലൈഡ് മൊത്തത്തിൽ കൊടുക്കുന്ന ഒരു എഫക്റ്റാണ് സ്ലൈഡ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ ഷോർട്ട് കട്ട് കീ ഫോർ അൺഡു ദ പ്രീവിയസ് ആക്ഷൻ ഇൻ MS വേർഡ് ആപ്ലിക്കേഷൻ. അതായത് നമുക്ക് അൺഡുവിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, Ctrl+Z ആണ് അൺഡുവിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ എന്ന്. ഓക്കെ, Ctrl+Z ആണ്. Ctrl+Y എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റീഡു ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലാണ് നമുക്ക് സേവ്, അൺഡു, പ്രിൻ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കൂടുതൽ കമാൻഡ്സ് ആഡ് ചെയ്യാൻ പറ്റും. സാറ്റ ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെൻറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, in MS Excel application, the dash function is used to count the number of values in the list of arguments. ഓക്കെ, ഒരു ലിസ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സിൽ നിന്നും നമ്പർ ഓഫ് വാല്യൂസ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, അതായത് കൗണ്ട് എ ഫംഗ്ഷനാണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ MS വേർഡ് ആപ്ലിക്കേഷൻ ദ കീ സ്റ്റോപ്പ് Ctrl+V ഈസ് യൂസ്ഡ് ടു. Ctrl+V എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, പേസ്റ്റ് ആണ്. കട്ട് Ctrl+X, കോപ്പി Ctrl+C, പേസ്റ്റ് Ctrl+V, ഡിലീറ്റ്. ഓക്കെ, ഓൾ ഓഫ് ദി ഫോളോയിങ് ഫോണ്ട് എഫക്ട്സ് ആർ അവൈലബിൾ ഇൻ PowerPoint പ്രസൻറ്റേഷൻ എക്സെപ്റ്റ്. അതായത് PowerPoint പ്രസൻറ്റേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള
എഫക്ട്സ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സ്ട്രൈക്ക് ത്രൂ ആണ്. സൂപ്പർസ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, ഔട്ട്ലൈൻ, എംബോസ്, എൻഗ്രേവ് ഇതൊക്കെ എന്താണ് അറിയപ്പെടുന്നത്? ഫോണ്ട് എഫക്ട്സ് ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ HDMI ഈസ്. HDMI എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് ആണ് HDMI എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.